അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പലരും പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൻസാർ നന്മണ്ടയുടെ ജിന്നി വിവാദവുമായി ബന്ധപ്പെട്ടു ചില തെറ്റായ പരാമർശം ചർച്ചയാവുകയാണ്. നമുക്കത് കേട്ടു നോക്കാം. അയാൾ പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തന്ത്രം മെനയുകയാണ് എന്നാണ്. പച്ചക്കളവല്ലേ പറയുന്നത്? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ഇയാൾ ചെയ്യുന്നത്? കാരണം അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് അറിയാത്ത ഒരൊറ്റ വിശ്വാസിയുമില്ല. എല്ലാ വിശ്വാസികൾക്കും അറിയാം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അയാൾ പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തന്ത്രം മെനയുകയാണ്. എന്തിന്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനോ? കളവ് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വിവരദോഷിയാണ് അൻസാർ നന്മണ്ട എന്നുള്ളത്. ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി. എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം. അബദ്ധമല്ല മൗലവി, കടുത്ത അറിവില്ലായ്മയാണ്. ആരെങ്കിലും എന്തെങ്കിലും എഴുതിത്തരുന്ന തുരുപ്പ് ചീട്ട് നോക്കി വായിച്ച് ആളുകളുടെ മുമ്പിൽ പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. താങ്കളുടെ കൂട്ടത്തിൽപ്പെട്ട സിറാജുൽ ഇസ്ലാം വളരെ കൃത്യമായി നന്മണ്ടയ്ക്ക് മറുപടി തരുന്നുണ്ട്. അത് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാകും. കേട്ടു നോക്കൂ. അബദ്ധം എന്ന് പറഞ്ഞാൽ സാധാരണ വാക്കുകൾ തെറ്റിപ്പോവുക, അല്ലെങ്കിൽ ഒരാൾ മനസ്സിലാക്കിയതിൽ അബദ്ധമുണ്ടായിട്ട് പ്രമാണത്തിലില്ലാത്തൊരു കാര്യം ആ വ്യക്തി സ്വന്തം നിലക്ക് പറയുക. അങ്ങനെയാണെങ്കിലാണ് പൊതുവേ നമ്മൾ അതിന് അബദ്ധം എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ സംസാരിച്ചത് അപ്രകാരമല്ല. അല്പം പോലും ഉത്തരവാദിത്തമില്ലാതെ ഒരു മിമ്പറിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന്, രണ്ട് രീതിയിലാണ് ജിന്നുകൾക്ക് കഴിവുണ്ടെന്ന് ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിച്ചത്. ഒന്ന്, മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറും. അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിലില്ല. സ്വഹീഹായ ഒരു ഹദീസുകളിൽ പോലും മനുഷ്യ ശരീരത്തിൽ ജിന്നുകൾ പ്രവേശിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന പലതിലേക്കും ആ കൊണ്ടുപോകുമെന്ന് പറയുന്ന വ്യാഖ്യാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ വിശുദ്ധ ഖുർആനോ നടത്തിയിട്ടില്ല. സ്വഹീഹായ ഒറ്റ ഹദീസിലും ഈ വിഷയം വന്നിട്ടില്ല എന്നാണ്. നിങ്ങളത് പരിശോധിച്ചിട്ടാണോ പറഞ്ഞത്? അല്ല എന്ന്, അബദ്ധമാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഒരു നിലക്കും പരിശോധനയ്ക്ക് വിധേയമാക്കാതെ സ്വഹീഹായ ഹദീസുകളിലൊന്നും ഇല്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്തു ധൈര്യത്തിലാണ് നാം പറയുന്നത്? രണ്ടാമത് നിങ്ങൾ പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ എവിടെയും അങ്ങനെയില്ല എന്ന്. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ മുഴുവൻ പരിശോധിച്ചിരുന്നോ? പരിശോധിച്ചിട്ടാണോ അത് പറഞ്ഞത്? അപ്പോൾ ഖുർആൻ പരിശോധിക്കാതെ നിങ്ങൾ പറയുന്നു ഖുർആനിലില്ല. ഹദീസുകളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താതെ നിങ്ങൾ പറയുന്നു ഹദീസുകളിലില്ല. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരാണല്ലോ നിങ്ങളോടത് തിരുത്താൻ പറഞ്ഞത്. നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആ വിഷയത്തിലുള്ള നയം എന്താണ് എന്ന് പോലും നിങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഒരു റഫറൻസുമില്ലാതെ ആ വിഷയം മിമ്പറിൽ വെച്ച് പറയുമ്പോൾ ഒരു അന്വേഷണം സ്വന്തം പ്രസ്ഥാനത്തിലെ ആളുകളോട് പോലും ഇന്ന വിഷയത്തിൽ എന്താണ് എന്നന്വേഷിക്കാതെ ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത രൂപത്തിൽ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് അന്ധവിശ്വാസികൾ എന്നൊരു സമൂഹത്തെ വിളിച്ചുകൊണ്ട് ഖുർആനിൽ ഉള്ള ഒരു കാര്യത്തെ ഖുർആനിൽ എവിടെയുമില്ല, ഹദീസിലുള്ള ഒരു കാര്യത്തെ ഹദീസിൽ എവിടെയുമില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. രണ്ടാമത്തെ ഒരു കൂട്ടർ പറഞ്ഞു ജിന്നുകൾ സഹായിക്കും, എവിടെയൊക്കെയോ ജിന്നുകൾ ഉണ്ടാകും, അതുകൊണ്ട് ജിന്നുകളിൽ നിന്ന് സഹായം കിട്ടും, നമുക്ക് അവരോട് ചോദിക്കാം. അവരിൽ നിന്ന് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് ചോദിച്ചാൽ പോലും അത് വസീലത്ത് ശിർക്കേ ആവൂ. എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിൽ ഇത് പറയാനുള്ളത്? അതേപോലെ തന്നെ വസീലത്തു ശിർക്ക് മാത്രമേ ആവുകയുള്ളൂ, അതുകൊണ്ട് തേടാം. നിങ്ങൾ വസീലത്തു ശിർക്ക് എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഹുക്മ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? കിതാബുകളിൽ നിന്ന് പോകട്ടെ, കേരളത്തിൽ നടക്കുന്ന ചർച്ചയെങ്കിലും ഒന്ന് കേട്ടിട്ട് വേണ്ടേ നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ? പ്രിയ സുഹൃത്തെ, വസീലത്തു ശിർക്ക് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടുണ്ട്, ആവാം എന്നതിന് ഉപയോഗിക്കുന്ന വേർഡല്ല. ചെയ്യാൻ പാടില്ല.
അത് അനുവദനീയമല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് വസീലത്തു ഷിർക്ക്. അതേപോലെ തന്നെ ഹയ്യും ഹാദിറും ഖാദിറുമാണ് ജിന്ന്, അതുകൊണ്ട് ജിന്നുകൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും, അവരോട് സഹായം ചോദിക്കാമെന്ന് വാദിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കേരളത്തിലെ പ്രബോധന രംഗത്ത് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അത് അനുവദനീയമാണ്, അങ്ങനെ ചോദിക്കാം, വസീലത്തു ഷിർക്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന് ആരെങ്കിലും വിശദീകരിച്ചത് ഏതെങ്കിലും ഒരു എവിഡൻസോടുകൂടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ ആരോ എന്തോ എവിടെയോ പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം. അതെല്ലാം കേട്ട് ഈ വിഷയത്തിൽ ഒരു റെഫറൻസിന് പോലും തയ്യാറാവാതെ, ഒരു അന്വേഷണത്തിന് പോലും തയ്യാറാവാതെ മിമ്പറിൽ വെച്ച് നിങ്ങൾ അബദ്ധം പറഞ്ഞു.